എറ്റേണൽ ബോൺസിൻ്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റോറിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് 2 വാക്ക് ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വേറൊന്നുമല്ല, എൻ്റെ ഈ ചാനലിൽ 4K+ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു ചെറിയ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് 7 വർഷത്തിൽ കൂടുതലായി. അന്ന് തൊട്ട് ഇന്നോളം ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണുകയും ലൈക്കും ഷെയറും ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. So once again, thanking you one and all who have contributed to my great success. Thank you. എറ്റേണൽ ബോൺസിൻ്റെ ലാസ്റ്റ് സെഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ മൈ വാമ്പയർ ലവറിൻ്റെ 2nd ചാപ്റ്ററിൻ്റെ ക്ലൈമാക്സിലായിരുന്നു നമ്മൾ. ലിസാറയുടെ കൂടെ അപരിചിതമായ ആ പട്ടണത്തിൽ ഒട്ടും പരിചയമില്ലാത്ത ആ സത്രത്തിലെ ബെഡ്റൂമിൽ നമ്മൾ ഉറങ്ങാൻ കിടന്നതാണ്. എന്നാൽ ഇടയ്ക്ക് വെച്ച് ലിസാറ മറ്റെവിടെയോ എത്തിച്ചേരുകയാണ്. ഒരു വലിയ പാറക്കെട്ടിൽ നിന്ന് ആരോ തള്ളിയിട്ടതിനെ തുടർന്ന് അവൾ താഴേക്ക് പതിക്കുകയായിരുന്നു. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു നൂൽപ്പാലത്തിൽ സഞ്ചരിക്കുന്ന അവൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പകച്ചുപോയിരുന്നു. ലിസാറയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ നമുക്ക് കാണാം നെക്സ്റ്റ് ചാപ്റ്റർ 3. അതിനു മുന്നേ ഒരു വാക്ക്. ഈ ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്ന ചില കഥാപാത്രങ്ങൾ ഈ കഥയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ്. ഒരുപക്ഷെ ലിസാറയുടെ ജീവിതം തന്നെ ഇവിടെ വെച്ച് മറ്റെന്തോ ആയി മാറി മറിയാൻ പോവുകയാണ്. നമുക്ക് കാണാം ചാപ്റ്റർ 3, ദ ബ്ലഡ് കീപ്പർ. ആര് പേര് ചൊല്ലി വിളിക്കുന്നത് കേട്ടിട്ടാണ് അവൾ കണ്ണു തുറന്നത്. നോക്കുമ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല. ചുറ്റിനും കൂരിരുട്ടാണ്. ആകാശത്തിൽ ചന്ദ്രനെ കാർമേഘങ്ങൾ മുഴുവനായി മറച്ചിരിക്കുന്നു. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അപ്പോഴാണ് മരിച്ചിട്ടില്ല, താനൊരു പാറ വിളമ്പിൽ നിന്ന് എന്തിലോ ഉടക്കി തൂങ്ങിക്കിടക്കുകയെന്ന് അവൾക്ക് മനസ്സിലായി. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഇല്ല, ഒന്നും കാണുന്നില്ല. വീണ്ടും അതാ ആ ശബ്ദം തന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. അവൾ പതിയെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് 2 പച്ച നിറമുള്ള കണ്ണുകളാണ്. മരതകം പോലെ തിളങ്ങുന്ന 2 കണ്ണുകൾ. ഏതോ മൃഗത്തിൻ്റേതാണോ എന്ന് സംശയം അവൾക്ക് തോന്നി. പക്ഷേ അല്ല, ഒരു നിഴലും കാണുന്നുണ്ട്. പിന്നെ പതുക്കെ ആകാശത്തിലെ ചന്ദ്രൻ കാർമേഘങ്ങളുടെ മറ നീക്കി പതിയെ പുറത്തേക്ക് വന്നു. ആ വെളിച്ചത്തിൽ അവൾ കണ്ടു ഒരു നിഴൽ പോലെ ആ രൂപം. നീണ്ടു മെലിഞ്ഞ് അർദ്ധനഗ്നനായ ഒരു യുവാവ് അവളുടെ നേരെ കൈ നീട്ടി പിടിച്ചിരിക്കുന്നു. പാറവിളമ്പിൽ നിന്ന് അയാൾ അവളുടെ നേരെ മുന്നോട്ടാഞ്ഞു നിൽക്കുകയാണ്. അവളെ പിടിക്കാൻ നിന്നോണം. അയാളുടെ കണ്ണുകളിൽ അവൾക്ക് ഭയമല്ല തോന്നിയത്, മറിച്ച് ഒരു ചെറിയ പ്രത്യാശയായിരുന്നു. എന്താണെന്നറിയില്ല, ഇയാൾ തൻ്റെ രക്ഷകനാണെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. അപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, സമയമില്ല, നമുക്ക് പോവാൻ ഏറെ ദൂരമുണ്ട്. വരൂ, എൻ്റെ കൈ പിടിക്കൂ. ആ ശബ്ദം അവളെ ഉള്ളിൽ നിന്ന് എന്തിനോ പ്രേരിപ്പിക്കുന്നത് പോലെ. സർവശക്തിയുമെടുത്ത് അവൾ മുകളിലേക്കാഞ്ഞു അയാളുടെ കൈ പിടിക്കാനായി. താഴെ നിന്ന് ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ചെറുതായി ഒന്ന് താഴേക്ക് നോക്കിയവൾ ഞെട്ടിപ്പോയി. അത് വെള്ളമല്ല, ചുവന്ന നിറത്തിലുള്ള എന്തോ ഒരു ദ്രാവകം.
തിളയ്ക്കുന്നത് പോലെ. അതിൽ വീണാൽ തൻ്റെ കഥ തീർന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കിയില്ല. വീണ്ടും മുകളിലേക്ക് കുതിച്ചു. അയാളുടെ കൈയെത്തിച്ചു. അയാൾ വളരെ പെട്ടെന്ന് തന്നെ, വളരെ എളുപ്പത്തിൽ അവളെ പിടിച്ച് മുകളിലേക്ക് കയറ്റി. പക്ഷേ അയാളുടെ മുന്നിൽ അവൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. കുഴഞ്ഞുപോയി. നിലത്തേക്ക് വീണു. ഒരു നനുത്ത പ്രതലത്തിലേക്ക് പോലെ. പിന്നെ അവൾക്കൊന്നും ഓർമ്മയില്ല. കണ്ണുകൾ അടഞ്ഞുപോയി. വീണ്ടും കണ്ണുകൾ തുറക്കുമ്പോൾ ചുറ്റുപാടും ആകെ മാറിയിരിക്കുന്നു. നല്ല വെള്ള വെളിച്ചം, ഒരു മുറിയിലേതുപോലെ. 2-3 തവണ കണ്ണ് ഇറുക്കി അടച്ചു തുറന്നിട്ട് അവൾ ചുറ്റിനും നോക്കി. സ്വപ്നമായിരുന്നു അതെന്ന് അവൾക്ക് മനസ്സിലായി. താൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ അതേ മുറി. അവൾക്കെല്ലാം ഓർമ്മ വന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ ഇരുട്ടാണ്. നേരം ഇനി വെളുത്തിട്ടില്ല. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ പക്ഷേ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥതയായി. സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഇതെന്താണിത്? ഇങ്ങനെ ഒന്നും മനസ്സിലായില്ല അവൾക്ക്. കിടക്കാൻ നേരം ലൈറ്റ് ഓഫ് ചെയ്തിരുന്നതായി അവൾ ശരിക്കും ഓർത്തു. പിന്നെ ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്കൊന്നും മനസ്സിലായില്ല. ആ മുറിയിലാകെ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് അവൾക്ക് തോന്നി. ക്ലോക്കിനും എന്തോ സംഭവിച്ചിരിക്കുന്നു. ഈ സ്ഥലം അത്ര ശരിയല്ലെന്ന് അവൾക്ക് തോന്നി. ലൈറ്റ് ഓഫ് ചെയ്യാനായി എഴുന്നേക്കാൻ നോക്കുമ്പോഴാണ് പക്ഷെ അവളത് കണ്ടത്. കട്ടിലിനടുത്ത് ഒരു സ്റ്റാൻഡ്, അതിൽ നിന്ന് തൂങ്ങി കിടക്കുന്ന ഒരു മരുന്ന് കുപ്പി. തൻ്റെ കയ്യിൽ കുത്തിവെച്ചിരിക്കുന്ന ഒരു ട്യൂബിലേക്ക് എന്തോ മരുന്ന് കയറുന്നു. അവളാകെ അന്തം വിട്ടു. എഴുന്നേക്കാൻ ശ്രമിച്ചു. പക്ഷേ വേച്ച് വീണുപോയി. കൂടെ ആ സ്റ്റാൻഡ് മറിഞ്ഞു വീണു. കയ്യിലുണ്ടായിരുന്ന ആ ട്യൂബും ഡിറ്റാച്ച് ചെയ്തു. രക്തം വരാൻ തുടങ്ങി. അപ്പോഴേതാ ശബ്ദം കേട്ടിട്ട് ഡോർ തുറക്കുന്നു. ജെയിൻ ഓടി വരുന്നു. അവൾ ഓടിയെത്തി. ലിസാറയോട് എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചു. ആകെ അന്തം വിട്ട് നിൽക്കുന്ന ലിസാറയ്ക്ക് പക്ഷെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ജെയിൻ വേഗം ആ സ്റ്റാൻഡും ട്യൂബും ഒക്കെ നേരെയാക്കി വെച്ചു. എന്നിട്ട് അടുത്തുള്ള ഫോണിനടുത്തേക്ക് ഓടി. ഫോൺ എടുത്തിട്ട് ആരോട് സംസാരിക്കുന്നു. പെട്ടെന്ന് വരാനായി ആവശ്യപ്പെടുന്നു. എന്നിട്ട് പതുക്കെ ലിസാറയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. അവളോട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അന്വേഷിക്കുന്നു. ലിസാറയ്ക്ക് പക്ഷേ ആകെ അത്ഭുതമായിരുന്നു. എന്താ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവൾ ചോദിച്ചു, എന്തൊക്കെയോ ചോദിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ. പക്ഷെ ജെയിൻ ഒരു കാര്യം മാത്രം പറഞ്ഞു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ രാത്രി ചെറിയൊരു ഫിക്സ് അറ്റാക്ക് ഉണ്ടായി. മാക്സ്വെലിനെ അറിയിച്ചു. ഡോക്ടർ വിളിച്ചു വരുത്തി. ചില ടെസ്റ്റുകൾ എടുത്തിട്ടുണ്ട്. ഡോക്ടർ ഇപ്പോൾ എത്തും. മാക്സ്വെലും വരും. നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. നിസാറയ്ക്കാകെ പിന്നെയും സംശയമായി. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നത്? സമയം എത്രയായെന്ന് അവൾ ചോദിക്കുന്നു. അതിന് മറുപടിയായി ജെയിൻ പറഞ്ഞു, രാത്രി 8 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തൻ്റെ തോന്നലല്ല, ക്ലോക്ക് ശരിയാണ്. ഒരു ദിവസം മുഴുവൻ താൻ ഉറങ്ങിപ്പോയോ? അങ്കലാപ്പോടെ ചോദിക്കുന്ന ലിസാറയോട് ജെയിൻ പറയുന്നു, ഇന്നലെ ഉണ്ടായ ആ ഷോക്കിൽ നിങ്ങൾക്ക് സെഡേറ്റീവ് തന്നിരുന്നു. ഒരു ദിവസത്തെ ഒബ്സർവേഷൻ ആയിരുന്നു. നിങ്ങൾ ഇന്ന് മുഴുവൻ ഉറങ്ങുമായിരുന്നു.
നിസാറയ്ക്കാകെ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയായി. എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്തോ ശരിയല്ലല്ലോ. പക്ഷെ അവൾ മൗനം പാലിച്ചു. മാക്സ്വെൽ വരട്ടെ, എല്ലാം ചോദിച്ചറിയാമെന്ന് അവൾ തീരുമാനിച്ചു. അപ്പോഴതാ മാക്സ്വെൽ വന്നു. കൂടെ ഡോക്ടറും ഉണ്ട്. നിസാറെ പരിശോധിച്ചിട്ട് ഡോക്ടർ അവൾക്ക് യാതൊരു കുഴപ്പമില്ല, ടെസ്റ്റുകളിലൊക്കെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ലെന്നും പറഞ്ഞു. ഇനി എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അവരെ മാറ്റാമെന്നും അറിയിച്ചു. അത് കേട്ട് ലിസാറ് വീണ്ടും ഞെട്ടി. എങ്ങോട്ട് മാറ്റാൻ? ഞാൻ എങ്ങോട്ടാണ് മാറുന്നത്? എൻ്റെ വീട് നീ ശരിയായിട്ടില്ലല്ലോ. അന്തം വിട്ടുകൊണ്ട് അവൾ മാക്സ്വെലിനോട് ചോദിച്ചു. പക്ഷേ അതിനുത്തരം പറയാതെ മാക്സ്വെൽ ഡോക്ടറുമായി മുറിയിൽ പുറത്തേക്ക് പോയി. ജെയിൻ ലിസാറെ സമീപിച്ചിട്ട് വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വെളിവാകും. ലിസാറയ്ക്ക് ആകെ ദേഷ്യം വന്നു. എന്താ ഇവരെല്ലാം ഇങ്ങനെ പെരുമാറുന്നത്? അപ്പോൾ മാക്സ്വെൽ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് തന്നെ എൻ്റെ മാസ്റ്ററിൻ്റെ വീട്ടിലേക്ക് മാറുകയാണ്. അദ്ദേഹം ഇപ്പോൾ എത്തും, വേഗം റെഡി ആയിക്കോളും. ലിസാറയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. അവൾ മാക്സ്വെലിനോട് ചോദിച്ചു, ഞാൻ എന്തിനു മാറണം? എൻ്റെ വീട് ശരിയാക്കാനാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്, അല്ലാതെ എൻ്റെ കാര്യം നോക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അപ്പോൾ മാക്സ്വെലിൻ്റെ ഭാവം മാറി. അയാളുടെ മുഖത്ത് ക്രൂരതയുടെ ഒരു നിഴൽ. പറഞ്ഞതനുസരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ എൻ്റെ മാസ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല. അദ്ദേഹം ആ വാക്ക് മുഴുമിപ്പിക്കാതെ അയാൾ പുറത്തേക്ക് പോയി. പോകുമ്പോൾ ജെയിനോടെന്തോ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അയാൾ പോയതിന് പിന്നാലെ ജെയിൻ പോയി വാതിലടച്ചു. എന്നിട്ട് ലിസാറയുടെ ബാഗ് എടുത്തുകൊണ്ട് വന്നു. ഡ്രസ്സുകളൊക്കെ വലിച്ച് പുറത്തിട്ടിട്ട് അതിൽ നിന്നൊരെണ്ണം എടുത്ത് ഡ്രസ്സ് മാറാൻ പറഞ്ഞു. ഇത്തവണ ലിസാറയ്ക്ക് ശരിക്ക് ദേഷ്യം വന്നു. നിങ്ങളാരാ എന്നോട് ഇതൊക്കെ പറയാൻ? എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയില്ലേ? ഈ സത്രത്തിൻ്റെ ഉടമയാണെന്നുള്ള അധികാരമാണോ? പക്ഷേ ജെയിൻ്റെ മുഖം മ്ലാനമായിരുന്നു. അവൾ പതുക്കെ സ്വരം താഴ്ത്തി ലിസാറയോട് പറഞ്ഞു, അവർ പറയുന്നത് അനുസരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഒന്നിനും മടിയില്ലാത്തവരാണ്. അയാളുടെ മാസ്റ്റർ വളരെ ക്രൂരനാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അയാളൊരു വാമ്പയറാണ്. അത് കേട്ട് ലിസാറ് ഞെട്ടിപ്പോയി. വാമ്പയറോ? അങ്ങനെയൊന്നും ജീവനോടെ ഉണ്ടോ? അതൊക്കെ ഞാൻ ഫിക്ഷനിലും ടി വിയിലും മാത്രം കണ്ടിട്ടുള്ളതല്ലേ. അങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന ലിസാറയോട് ജെയിൻ പറഞ്ഞു, അതൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, നിങ്ങൾക്കറിയാത്തതാണ്. അപ്പോഴേക്കും പുറത്തുനിന്ന് മാക്സ്വെലിൻ്റെ വിളി വന്നു. ഇതുവരെ കഴിഞ്ഞില്ലേ? ഇതാ ഇപ്പോൾ തീർന്നു എന്ന് പറഞ്ഞിട്ട് ജെയിൻ വേഗം ലിസാറയോട് ഡ്രസ്സ് മാറാൻ ആവശ്യപ്പെട്ടു. കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലിസാറ ഡ്രസ്സ് മാറി. കാരണം ഡ്രസ്സ് ആകെ മുഷിഞ്ഞിരുന്നു. അപ്പോഴേക്കും മാക്സ്വെൽ വാതിൽ തള്ളി തുറന്നകത്തേക്ക് വന്നു. എന്നിട്ട് ലിസാറയോട് എഴുന്നേറ്റ് വരാൻ ആവശ്യപ്പെട്ടു. ലിസാറ എങ്ങനെയൊക്കെയോ എണീറ്റ് തൻ്റെ ഫോൺ എടുക്കാനായി മേശപ്പുറത്തേക്ക് കൈയെത്തിച്ചു. പക്ഷേ അതിനേക്കാൾ പെട്ടെന്ന് മാക്സ്വെൽ ആ ഫോൺ എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. എന്നിട്ട് ലിസാറയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി.
അവിടുത്തെ സിറ്റിംഗ് റൂമിലേക്കായിരുന്നു അയാൾ നിസാറെ വലിച്ചിഴച്ച് കൊണ്ടുപോയത്. അവിടെ സോഫയിൽ ഒരാളിരുന്നിരുന്നു. ഏതാണ്ട് ഇരുണ്ട നിറമുള്ള, നല്ല പൊക്കവും പാകത്തിന് തടിയുമൊക്കെയായി ഒരാൾ. നിസാറെ കണ്ടപ്പോൾ അയാൾ പതുക്കെ എഴുന്നേറ്റു. ലിസാറയോട് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളാണ് ലിസാറ. ഞാൻ വിചാരിച്ചതിലും സുന്ദരിയാണ് നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങളുടെ മുത്തശ്ശിയേക്കാളും അമ്മയെക്കാളും ഒക്കെ സുന്ദരി. നല്ല ധൈര്യശാലിയാണ് നിങ്ങളെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും കൊള്ളാം. വരും, നമുക്ക് പോകാം, സമയമായി. സാറയ്ക്ക് പക്ഷെ അയാളോട് ദേഷ്യമാണ് തോന്നിയത്. ഞാൻ നിങ്ങളെ എന്തിനനുസരിക്കണം? ഞാൻ എന്തിനാണ് നിങ്ങളോട് കൂടെ വരുന്നത്? ഒട്ടും മതിക്കാതെ അവൾ ചോദിച്ചു. അതിന് മറുപടിയായി അയാളും ചിരിക്കുക മാത്രം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നല്ല ശൗര്യം, എനിക്കിഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ താമസിക്കുന്നത് എൻ്റെ കൂടെയാണ്. ഇനി നിങ്ങളെ എനിക്ക് അവകാശപ്പെട്ടതാണ്. കോപത്തോടെ മുഖം തിരിച്ചു ലിസാറ. പക്ഷെ അയാൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് കൈകൊട്ടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ശൗര്യം കാണും, നല്ല ധൈര്യവും കൂടെ നല്ല ആത്മവിശ്വാസവും ഒക്കെ കാണും. കാരണം നിങ്ങളൊരു സാധാരണ യുവതിയല്ലല്ലോ, നിങ്ങളൊരു ബ്ലഡ് കീപ്പർ അല്ലേ. ആ വാക്ക് അവൾ വല്ലാതെ ഞെട്ടിച്ചു. എന്തോ അകാരണമായ ഒരു ഭയം അവളുടെ മനസ്സിൽ വന്ന് നിറയുന്ന പോലെ. ബ്ലഡ് കീപ്പർ എന്ന വാക്ക് അവളൊന്നറിയാതെ വായുകൊണ്ട് ഉരുവിട്ടു. അപ്പോൾ ചുടു ചോരയുടെ കട്ട പിടിക്കുന്ന ഗന്ധവും ഇരുമ്പിൻ്റെ രുചിയും അവളുടെ വായിലും മൂക്കിലും ശക്തിയായി വന്ന് നിറയുന്നതായിട്ട് അവൾക്ക് മനസ്സിലായി. ആ അനുഭവം അവളെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു. മൈ വാമ്പയർ ലവറിൻ്റെ 3rd ചാപ്റ്റർ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ കമൻസും ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഫസ്റ്റ് ടൈം വ്യൂവേഴ്സ് ആണെങ്കിൽ ഈ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മൈ വാമ്പയർ ലവറിൻ്റെ 4th ചാപ്റ്ററുമായി ഞാൻ വീണ്ടും വരുന്നവരെ ബൈ ഫ്രം നിസാർ.